Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എനിക്ക് തോന്നുന്നില്ല ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഗ്രാൻഡ് മാളിൽ പോകാം കേട്ടോ. എവിടെയമ്മ? അജ്മാനിലല്ലേ? ഷാർജയിലോ? ഷാർജ ഗ്രാൻഡ് മാളിൽ പോവുക. കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിക്കണം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് മേടിക്കണം. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പേർച്ചേസ് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പറ്റുമെങ്കിൽ ഞാൻ കവർ ചെയ്യാം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലുലുവിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തപ്പം ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ പറയും വീഡിയോ എടുക്കരുത്, അലൗഡ് അല്ല എന്ന് പറയും. സോ അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പറ്റുമോ? പറ്റുമെന്ന് അമ്മ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് ഷോപ്പിലോട്ട് പോകണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം ഉച്ചയ്ക്ക് 3:30 അടുപ്പിച്ചാവാനായിട്ടുണ്ട്. പോകാനുള്ള വണ്ടി വന്ന് അനിയത്തിയും കാശിക്കോടിനോട് താഴോട്ട് പോയി. ഞാനും അമ്മയും ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ താഴെ വന്നപ്പോൾ തന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ദേവിയും അമ്മയും ബേബിയും കൂടിയിട്ടാണ് പോണത്. സാധാരണ ഗൂഗിൾ അങ്ങനെ വരാറില്ല. കാര്യം ഇപ്പോൾ ഷോപ്പിൽ ആൾ വേണ്ടുകൊണ്ടിട്ട് ആളങ്ങനെ ഞങ്ങളുടെ കൂടെ എവിടെയും പോകാൻ വരാറില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കറക്കാം. അന്ന് നമുക്ക് ഷോപ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ലുലുവിൻ്റെ അടുത്ത്, ഇവിടെ അജ്മാനിൽ ലുലുവിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് ഈ എണ്ണക്കടികളൊക്കെ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. അവിടുന്ന് ദേവിക്ക് പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് എന്ന് കാണിച്ചു തരാം. കാര്യം ഷോപ്പിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്നെ വഴക്കുറയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതുപോലെ ഗ്രാൻഡ് മാളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ ചേട്ടന്മാർ വന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പിന്നെയും പോയിട്ട് വീഡിയോ എടുത്ത് വഴക്കിയൊക്കെ എനിക്ക് വയ്യാത്തതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കാൻ. അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ദേവി കഴിക്കുന്ന സാധനം അവന് വേണം, അതിനാണ് അവൻ കരയുന്നത്. പക്ഷെ അവൾ കഴിക്കുന്ന ദഹിപ്പൂരിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റേ തൈരൊക്കെയാണ്. ചിലപ്പോൾ വയറ്റിന് പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി കൊടുത്തോ, ഒരുപാട് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അത് മേടിച്ച് കൊടുക്കണം, അതിനാണ് ആശാൻ കാര്യം. രണ്ടും കൂടെ അടിയാണ് കേട്ടോ. ഫുൾ ടൈം ഈ രണ്ടെണ്ണം അടിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. അവൾ എന്തെടുത്താനോ അവന് വേണം, അവൻ എന്തെടുത്താനോ അവൾക്ക് വേണം. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കാശിക്കുട്ടൻ്റെ ഡ്രസ്സ് എല്ലാം കുളമാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനൊരു ലോലിപോപ്പ് മേടിച്ചു കൊടുത്തു. അത് മേടിച്ച് കഴിച്ച് ദേഹം മൊത്തമാക്കി. അങ്ങനെ ചോക്ലേറ്റ്സോ സ്വീറ്റ്സോ അങ്ങനെ അധികം ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഞാൻ കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളവും നിലവിളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അലമ്പ് കാണിക്കാതിരിക്കാൻ എന്തെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിപ്പം ചോക്ലേറ്റോ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നൊന്നും അവനില്ല. ഇത് ഫിഷായിരുന്നു കേട്ടോ. ഫിഷിൻ്റെ വീഡിയോ ഞാൻ എടുക്കണ്ടായെന്ന് വിചാരിച്ചാണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ പറക്കി വെക്കുന്ന ഐറ്റംസാണ് കൂടുതലും. ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയല്ല, നാട്ടിലും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രോബെറിക്ക് ഭയങ്കര റേറ്റ് കുറവുണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ട്, ഈ യോഗേർട്ട്, ഫ്ലേവേർഡ് യോഗേർട്ട്. എനിക്ക് ഈ സ്ട്രോബെറീൻ്റെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ സംഭാരം, ഞാൻ എപ്പോൾ പോയാലും എടുക്കാറുള്ളതാണ് സംഭാരം. അത് സംഭാരം എന്ന് എഴുതിയേക്കുന്നത് തന്നെ വേണമെന്നില്ല, ഈ പാക്കറ്റിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത് പിന്നെ ഒരു പുഡിംഗ് ആയിരുന്നു, നല്ലതാണ്, എനിക്കിഷ്ടമാണ്. 1.25 ദിർഹംസ് അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ അതും ഒരു ടൈപ്പ് പുഡിംഗാണ്. പിന്നെ ഇത് സ്വീറ്റ് ഇമലി ഉണ്ടല്ലോ, നമ്മുടെ പുളി ഉണ്ടല്ലോ, മധുരപ്പുളി ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, തായ്ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിലേക്കിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഈ ഒരു ഇതിൻ്റെ പേരെന്താണ്, ഡെസേർട്ട്, അത് മേടിച്ചു. കിറ്റ്കാറ്റ്, എനിക്ക് ചോക്ലേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഈ കിറ്റ്കാറ്റാണ്. പിന്നെ ഈ ഒരു ചീസ് കേക്ക് മേടിച്ചു. ഈ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. 9 ദിർഹംസ് എന്തോ ആണ്, പക്ഷേ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൂബെറി, ഇത് കാശി ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെറുതെ പറക്കി കഴിക്കും കേട്ടോ. അപ്പം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കാശിക്കൊണ്ടൊരു ചോക്ലേറ്റ് ഒരു ലോലിപോപ്പ് മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പം ദേഹം മൊത്തം ആക്കി. അങ്ങനെ അവനെ കൊണ്ടുവന്നിപ്പോൾ ഫ്രഷ് ആക്കിച്ചിട്ട് ഞാൻ ഷോപ്പിലോട്ട് പോകാൻ ഇറങ്ങി. ഇന്ന് ദേവിനെ കൂടെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അവൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഷോപ്പിൽ വന്നിട്ട് ഇനിയിപ്പം ഞാൻ വൈകുന്നേരം തിരിച്ച് പോരത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കാശിക്ക് വിശക്കോ ഉറങ്ങുകയോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്ന് റൂമിൽ വന്നിട്ട് കാശിനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെയും തിരിച്ച് ഷോപ്പിൽ പോകും. പിന്നെ ഒരു 12 മണി വരെ ഇങ്ങനെയൊക്കെ തന്നെ. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് എൻ്റെ സ്ഥിര റൂട്ടീനെന്ന്. ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഇപ്പോൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഇതിപ്പം ഞങ്ങൾ നിൽക്കുന്നത് അമ്മയുടെ ഫ്ലാറ്റിലാണ് കേട്ടോ. അമ്മയുടെ റൂമാണിത്. ഞാനിവിടെ സ്ഥിരമായിട്ട് താമസത്തിന് വരുമ്പോൾ ലൈക്ക് ഇവിടെ വിസയൊക്കെ സെറ്റായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാനായിട്ട് വരുമ്പം ഞങ്ങൾ വേറെ ഫ്ലാറ്റ് എടുത്ത് മാറും. ഞാൻ പോയി കഴിയുമ്പോൾ ഗോഗു ഇവിടെ ആയിരിക്കത്തില്ല നിൽക്കുന്നത്. ഗോഗു വേറെയാണ് നിൽക്കുന്നത്, അമ്മയുടെ കൂടെ അല്ല നിൽക്കുന്നത്. ഇനിയിപ്പം ഞാനും അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അമ്മയുടെ ഫ്ലാറ്റിൽ വന്നു എന്നേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേന് വേറെ റൂമിലോട്ട് അകച്ച് പോവും. പിന്നെ ഞങ്ങൾ നാട്ടിലല്ല ഇവിടെ വന്ന് സെറ്റിൽഡ് ആവാൻ വേണ്ടി അമ്മയും കാശിയും ഗോകും ദേവിയും കൂടെ വരുന്നത്. അമ്മയ്ക്ക് പുറത്ത് എവിടെയോ പോകണം. അപ്പോൾ ദേവി ഞങ്ങളോട് ഷോപ്പിൽ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഇത് കണക്ക് അമ്മയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഞങ്ങളൊരു വില്ല നോക്കാമെന്ന് വിചാരിക്കുകയാണ്. നോക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു ഇത് സെറ്റാക്കിയതിന് ശേഷം ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. ഡെലിവറി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും വിരക്കൊന്നും ഉണ്ടാവില്ല. കുറച്ച് നാൾ നാട്ടിൽ തന്നെ നിന്ന് നാട്ടിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം വരാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ എനിക്കിവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. എനിക്കിവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് വേണമല്ലോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്നേ വരണ്ടേ. കാശി ജനിച്ച് കഴിഞ്ഞ് ഉടനെ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. പിന്നെ അത് ചോറുടുപ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ആക്കി. ചോറുടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കാശിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ വരെ നോക്കിയിരുന്നു. കാശിയുടെ ബർത്ത്ഡേയുടെ സമയത്താണ് ആ ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ക്യാഷിൻ്റെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് ഒരു ചേച്ചിക്ക് കുറച്ച് ഫണ്ട് വാങ്ങിക്കൊടുത്തു. ആ ചേച്ചി ഇത് കണക്ക് വേറൊരാളുടെ ഇടയ്ക്ക് നിന്നിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചത്. പൈസ ബ്ലോക്ക് ആയപ്പോഴത്തേന് നമുക്ക് കൈ ഒഴിയാൻ പറ്റില്ലല്ലോ. ഞാൻ ആകെ 2 പേരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ക്യാഷ് തന്നെയായിരുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒരു 74 lakhs അടുപ്പിച്ചിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാഷും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൊക്കെ പണയം വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പണിയാണ് കിട്ടിയത്. തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടട്ടെ, പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം സെറ്റാക്കി എല്ലാം എടുക്കണം. അവർ വന്ന് ഇനി ഷോപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇതേണ്ട ആൾ അലമ്പ് തുടങ്ങി. ഗോകുലും നമ്മുടെ കടയിലെ സ്റ്റാഫ് പയ്യനുണ്ട് കേട്ടോ, ആനന്ദ് എന്നാണ് പേര്. ഇതിനകത്തില്ല. അവൻ ഫുൾ ടൈം അകത്ത് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലാണ് സർവീസ് റൂം വരുന്നത്. നമുക്ക് ഷോപ്പ് മാത്രമല്ല സർവീസും ഉണ്ട് കേട്ടോ. അതായത് ഡിസ്പ്ലേ മാറലും ഫോണിൻ്റെ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും എല്ലാം ശരിയാക്കൽ കാര്യങ്ങൾ. അവൻ സത്യത്തിൽ ഇതുപോലെ ടെക്നീഷ്യനാണ്. പിന്നെ സെയിൽസിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. കൂടുതൽ സെയിൽസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഗോകുലാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരാണ് ഉള്ളത്. ഇപ്പം ഞാനുള്ളതുകൊണ്ടിട്ട് ക്യാഷിൻ്റെ കൗണ്ടറിൽ ഞാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ഞാനാണ് ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ദേവി വന്നിട്ടുണ്ടായിരുന്നു. ദേവി അങ്ങനെ വരലൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരും. ഭയങ്കര മടിയാണ് കേട്ടോ, ആൾ വരുത്തൊന്നുമില്ല. ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്തോ അവൾക്ക് നടക്കാൻ പോകണം, വെയിറ്റ് കൂടുന്നു എന്നും പറഞ്ഞുകൊണ്ടിട്ട് നടക്കാൻ പോകാനായിട്ട് വന്നതാണ്. അമ്മയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് അമ്മ പുറത്ത് പോകാനുണ്ടായിരുന്നു. അമ്മ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഷോപ്പിലുണ്ടായിരുന്നുള്ളൂ. കാശിക്ക് ഞാൻ എന്ത് കഴിക്കാൻ എടുത്ത് കൊടുത്താലും കാശി ഇത് കണക്ക് എനിക്ക് തരും കേട്ടോ. എനിക്ക് വായിൽ വെച്ച് തരും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതല്ലേ. ബ്ലൂബെറി എടുത്തിട്ട് വന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് ബ്ലൂബെറി എടുത്തുകൊണ്ട് അത് ഇങ്ങനെ പറക്കി എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കഴിക്കുകയും ചെയ്യും, അതുപോലെ എനിക്ക് തരികയും ചെയ്യും. ചോദിക്കത്തൊന്നുമില്ല. ആൾ കഴിക്കുന്ന എന്ത് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. എന്ത് സ്നാക്സ് ആയാലും എന്ത് കാര്യങ്ങൾ കിട്ടിയാലും അവൻ ആദ്യം കഴിക്കും. അവൻ കഴിച്ചിട്ടേ എനിക്ക് തരത്തുള്ളൂ. എനിക്ക് തന്നിട്ട് അവൻ കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്നാലും ചെറുതിൽ എന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ ഒരു ശീലം പഠിച്ചത് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ വികൃതി, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ്. ഷോപ്പിങ്ങിൻ്റെ കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ആവട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കവർ ചെയ്യാം.